ധവള വിപ്ലവം അല്ലെങ്കിൽ വൈറ്റ് റവല്യൂഷൻ. ധവള വിപ്ലവം എന്നറിയപ്പെടുന്നത് തന്നെയാണ് ഓപ്പറേഷൻ ഫ്ലഡ്. ധവള വിപ്ലവവുമായി ബന്ധപ്പെട്ട് ഇന്ത്യയുമായിട്ട് സഹകരിച്ച രാജ്യം സ്വിറ്റ്സർലൻഡാണ് ഇന്ത്യയുമായിട്ട് സഹകരിച്ചത് ഈ വൈറ്റ് റവല്യൂഷന് വേണ്ടിയിട്ട്. 1963 കന്നുകാലികളുടെ വംശവർദ്ധനവിനായി ഇടുക്കിയിലെ മാട്ടുപ്പെട്ടിയിൽ ഇൻഡോ സ്വിസ് പ്രോജക്റ്റ് ആരംഭിച്ചത്. അപ്പോൾ ഇൻഡോ സ്വിസ് പ്രോജക്റ്റ് ഇടുക്കിയിലെ മാട്ടുപ്പെട്ടിയിലാണ് ആരംഭിച്ചത്. വർഷം 1963. കന്നുകാലികളുടെ വംശവർദ്ധനവ് അതാണ് ലക്ഷ്യം. ലോകത്തിലെ തന്നെ ഏറ്റവും ചെറിയ പശു ഇനമാണ് കേരളത്തിലെ വെച്ചൂർ പശു. കോട്ടയമാണ് അതിൻ്റെ ജന്മദേശം. വെച്ചൂർ പശുവിൻ്റെ ജന്മദേശം കോട്ടയം. ക്ഷീര ഉൽപ്പാദനത്തിന് വളർത്തുന്ന പശുക്കളിൽ ഏറ്റവും വലിയ ഇനം ഹോൾസ്റ്റീൻ ഫ്രീസിയനാണ്. സുനന്ദിനി, സഹിവാൾ, ഗിർ തുടങ്ങിയവ സങ്കര ഇനം പശുക്കളാണ്. കന്നുകാലികൾക്കായി ഇന്ത്യയിലെ ആദ്യ ബ്ലഡ് ബാങ്ക് നിലവിൽ വന്നത് ഒഡീഷയിലാണ്. കുളമ്പ് രോഗ ചികിത്സ ആരംഭിച്ച ആദ്യ സംസ്ഥാനമാണ് കേരളം. കുളമ്പ് രോഗ നിവാരണ പദ്ധതി ഗോരക്ഷാ പദ്ധതി എന്നറിയപ്പെടുന്നു. കന്നുകാലികളുടെ ഗുണനിലവാരം മെച്ചപ്പെടുത്തുന്നതിനായി കൃത്രിമ ബീജം കർഷകൻ്റെ വീട്ടുമുറ്റത്ത് എത്തിക്കുന്നതിനായിട്ട് ആരംഭിച്ച പദ്ധതിയാണ് ഗോ സംവർദ്ധിനി. കേരള ക്ഷീര വികസന വകുപ്പ് ക്ഷീര കർഷകർക്കും കുടുംബാംഗങ്ങൾക്കും പശുക്കൾക്കുമായി നടപ്പിലാക്കുന്ന ഇൻഷുറൻസ് പദ്ധതിയാണ് ക്ഷീരസാന്ത്വന. അപ്പോൾ ധവള വിപ്ലവം അതുതന്നെയാണ് വൈറ്റ് റവല്യൂഷൻ. സഹകരിച്ച രാജ്യം സ്വിറ്റ്സർലൻഡാണ്. മാട്ടുപെട്ടിയിൽ തുടങ്ങിയ ഒരു പ്രോജക്റ്റാണ് ഇൻഡോ സ്വിസ് പ്രോജക്റ്റ്. കന്നുകാലിയുടെ വംശവർദ്ധനവിന് വർഷം 1963. കേരളത്തിൽ തന്നെ അല്ലെങ്കിൽ ലോകത്തിൽ തന്നെ ഏറ്റവും ചെറിയ പശു ഇനമാണ് കേരളത്തിലെ വെച്ചൂർ പശു. കോട്ടയമാണ് വെച്ചൂർ പശുവിൻ്റെ ജന്മദേശം. ക്ഷീരോൽപാദനത്തിന് വളർത്തുന്ന പശുക്കളിൽ ഏറ്റവും വലിയ ഇനം ഹോൾസ്റ്റീൻ ഫ്രീസിയൻ. കൂടാതെയുള്ള സങ്കര ഇനം പശുക്കളാണ് സുനന്ദിനി, സഹിവാൾ, ഗിർ. കന്നുകാലികൾക്കായിട്ട് ഇന്ത്യയിൽ ആദ്യ ബ്ലഡ് ബാങ്ക് ഒഡീഷയിലാണ് വന്നത്. കുളമ്പ് രോഗ ചികിത്സ ആരംഭിച്ച ആദ്യ സ്റ്റേറ്റ് കേരളം. കുളമ്പ് രോഗം നിവാരണം ചെയ്യാനായിട്ട് തുടങ്ങിയ പദ്ധതിയാണ് ഗോരക്ഷാ പദ്ധതി. കന്നുകാലികളുടെ ഗുണനിലവാരം കൂട്ടുവാനായിട്ട് കൃത്രിമ ബീജം കർഷകൻ്റെ വീട്ടുമുറ്റത്ത് എത്തിക്കുന്ന പദ്ധതിയാണ് ഗോ സംവർദ്ധിനി. കേരള ക്ഷീര വികസന വകുപ്പ് ക്ഷീര കർഷകർക്കും കുടുംബാംഗങ്ങൾക്കും പശുക്കൾക്കുമായിട്ട് നടപ്പിലാക്കുന്ന ഇൻഷുറൻസ് പദ്ധതിയാണ് ക്ഷീരസാന്ത്വന.